15,000-ത്തിലധികം വരുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ ജീവിതകാലം മുഴുവൻ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ കഴിയുന്ന അവിസ്മരണീയമായ അനുഭവങ്ങളും ഓർമ്മകളും സമ്മാനിച്ചുകൊണ്ടാണ് ഈ കലോത്സവം അവസാനിക്കുന്നത്. ഇത് ഒരു തുടർച്ചയാണ്. കേരളത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒന്ന്. നമ്മുടെ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അധ്യാപകരും ഗവൺമെൻറ്റും ജനപ്രതിനിധികളും അനധ്യാപകരും രക്ഷിതാക്കളും എല്ലാം ചേർന്ന് വളരെ ജാഗ്രതാപൂർവം സ്കൂൾ തലം മുതൽ സംസ്ഥാന തലം വരെ ഒരുക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര കലോത്സവം നമുക്ക് മാത്രമുള്ളതാണ് എന്നുള്ളതിൽ നമുക്കേറെ അഭിമാനിക്കാം. എല്ലാ വർഷവും കൃതഹസ്തതയോടുകൂടി തന്നെ നമുക്ക് ഇത് ഏറ്റവും ശബളാപമായ ചടങ്ങായി സംസ്ഥാനത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ജനകീയ കൂട്ടായ്മയായി സംഘടിപ്പിച്ചെടുക്കാൻ കഴിയുന്നു എന്നുള്ളത് വളരെ അഭിനന്ദനീയമായ ഒരു കാര്യമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ മനുഷ്യർ തമ്മിലുള്ള മമതയും സ്നേഹവും സൗഹാർദ്ദവും നിലനിർത്തി മുന്നോട്ട് പോകുന്നതിനുള്ള ഊർജം കൂടിയാണ് ഈ കലോത്സവങ്ങൾ നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് പകർന്നു നൽകുന്നത്. മത്സരത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് കാര്യം, വിജയിക്കുക, സമ്മാനം വാങ്ങുക എന്നുള്ളത് രണ്ടാമത്തേതാണ് എന്ന് കലോത്സവ ദിനങ്ങളിൽ നിരന്തരം നമ്മളൊക്കെ കുട്ടികളെ ഓർമ്മിപ്പിച്ചതാണ്. സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും അനുപമ നിമിഷങ്ങൾ ആർജിക്കാൻ കഴിഞ്ഞ ഈ കലോത്സവ വേദിയിൽ നിന്ന് നാളത്തെ കലാ നഭസിലെ തിളക്കമാർന്ന നക്ഷത്രങ്ങളാകാൻ തയ്യാറെടുക്കുന്ന എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഹൃദയംഗമമായ അഭിനന്ദനങ്ങളും ഭാവുകങ്ങളും നേർന്നുകൊണ്ട് കലാകിരീടം നേടിയ കണ്ണൂർ ടീമിനെയും തൊട്ട് പിന്നാലെ എത്തിയിട്ടുള്ള തൃശ്ശൂർ ടീമിനെയുമെല്ലാം ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.